നമസ്കാരം. ആക്ടർ ബാല അമൃത സുരേഷ് ഇഷ്യൂ അതിപ്പോൾ വേറൊരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞേക്കാണ്. ആക്ടർ ബാലയുടെ സെക്കൻഡ് വൈഫായിട്ടുള്ള എലിസബത്ത് ഉദയൻ പുള്ളിക്കാരിയുടെ ഇൻവോൾവ്മെന്റും കൂടി ഇപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമൃത സുരേഷ് ബാലയ്ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു. മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് തുക മുഴുവൻ ക്യാൻസൽ ചെയ്ത് ആ തുക മുഴുവൻ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തത്. അപ്പൊ ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ അമൃത സുരേഷ് പറഞ്ഞിരുന്നു, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അയാളുടെ പൈസ ആവശ്യമില്ല, പക്ഷേ കോടതിയെ കബളിപ്പിച്ചു, കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു, അമൃതയുടെ സിഗ്നേച്ചർ പോലും ഫോർജ് ചെയ്തിട്ടാണ് ആ രേഖകളിൽ ചേർത്തേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വഞ്ചന കാണിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് അമൃത കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നിട്ട് പോലും ആക്ടർ ബാലയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. ബാലയോടുള്ള അസൂയ കൊണ്ടാണ് ഇപ്പം മൂന്നാമതും വിവാഹം കഴിച്ച് വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ആണ് ഇടുന്നത്. കോകില എന്ന് പറയുന്ന ഭാര്യ വളരെ ഉത്തമയായിട്ടുള്ള ഭാര്യയാണ്. എന്നും കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബാലയെ ഊട്ടുന്നു, ഉറക്കുന്നു. ബാലയ്ക്ക് ഇപ്പോൾ കുറച്ചും കൂടി സൗന്ദര്യം വന്നിട്ടുണ്ട്. ബാലയ്ക്ക് ഇപ്പോൾ ആരോഗ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യം വന്നതിനും സൗന്ദര്യം വന്നതിനും ഒക്കെ കാരണം പുതിയ വൈഫാണ്. ഇപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വൈഫ്, ഉത്തമയായിട്ടുള്ള ഭാര്യ, ഉത്തമയായിട്ടുള്ള ഭർത്താവ്, ആ രീതിയിലാണ് വീഡിയോസ് ഒക്കെ എടുത്തിടുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ ഇയാളോടുള്ള ഇമേജ് മാറി കിട്ടുമല്ലോ. പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ബാലയെ കാണുന്നത്. നല്ല ഭർത്താവ്, ബാല എന്ന് പറയുന്നത് നല്ലൊരു ഭർത്താവായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകളും നല്ല ഭാര്യമാരല്ലാത്തത് കൊണ്ടാണ് ബാലയിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നത്. കോകിലയാണ് ബാലയ്ക്ക് പെർഫെക്റ്റ് മാച്ച്. ഈ രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ കരുതിക്കൊണ്ടിരിക്കുന്നതും കമന്റുകൾ ഇടുന്നതും. ഇന്നലെ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തെ മിക്ക കമന്റും ഇങ്ങനെയാണ്: നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് അമൃത ഈ കേസ് കൊടുത്തത്, നിങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതുകൂടാതെ വേറെ കമന്റുകളും വന്നു. ഈ കമന്റുകളിലൊക്കെ തന്നെ അമൃത സുരേഷിനെയും ആ മകളെയും താറടിച്ച് കാണിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? മകൾക്ക് അച്ഛനെ വേണ്ട, പക്ഷെ അച്ഛൻ്റെ പൈസ വേണം. എന്തൊരു സ്ത്രീയാണ്, എന്തൊരു പെണ്ണുങ്ങളാണ് നിങ്ങൾ. ഇപ്പോഴും നാണമില്ലാതെ അയാളുടെ പുറകെ നടക്കുന്നു, അയാളെ ദ്രോഹിക്കാൻ ചെല്ലുന്നു. ഈ രീതിയിലാണ് പബ്ലിക് ഒപ്പീനിയൻ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇയാള് രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ് തൊലച്ചു കളഞ്ഞത്. ഇനി ഇതിന്റെ ഇടയ്ക്കുണ്ടായിരുന്ന എലിസബത്ത് ഉദയനെ വളരെ പെട്ടെന്നാണ് ബാല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അതേ സ്പീഡിൽ എലിസബത്തിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അമൃത സുരേഷിനെ കുറിച്ച് ഡയറക്റ്റ്ലി ആണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോരോ ആരോപണങ്ങൾ നടത്തിയത് എന്നുണ്ടെങ്കിൽ എലിസബത്ത് ഉദയനെ ഇൻഡയറക്ട്ലി ആണ് ആക്ടർ ബാല തകർത്തുകൊണ്ടിരിക്കുന്നത്. ആക്ടർ ബാലയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന കുറേ കമന്റോളികളുണ്ട്. ഈ കമന്റോളികൾ എലിസബത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും ഒക്കെ തന്നെ ചെന്നിട്ട് അവരെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ ബാലയുടെ വായിൽ നിന്ന് തന്നെ പലതവണ എലിസബത്തിന് നേരെ ഇൻഡയറക്ട്ലി ഒരുപാട് ആരോപണങ്ങൾ വന്നു. എലിസബത്ത് ഇൻഫെർട്ടൈലാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല, അതുകൊണ്ടാണ് താൻ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നുള്ള രീതിയിൽ വരെ വാർത്തകൾ വന്നു. അതും കൂടാതെ ഈ ബാലയും കോകിലയും കൂടി കല്യാണത്തിന് ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഈ ഇന്റർവ്യൂവിനകത്ത് ഇൻഡയറക്ട്ലി ബാല പറയുന്നുണ്ട് തനിക്ക് മരുന്ന് മാറി നൽകിയത് ആരാണ്? എലിസബത്ത്. അതും വിരൽ ചൂണ്ടുന്നത് എലിസബത്തിന് നേരെയാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ ഈ ഒരു ഭാഗമൊക്കെ എടുത്തു വെച്ചിട്ട് എലിസബത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് മുഴുവൻ ബാലയ്ക്കെതിരെയുള്ള ആരോപണമാണ്. ബാല എലിസബത്തിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എലിസബത്ത് ആ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത്രയും നാളും അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഓരോ ആൾക്കാരെ കൂലിക്കെടുത്ത് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുമായിട്ട് വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്തെ ആക്ടർ ബാലയ്ക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഒത്തിരി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിന്റെ മെസ്സേജുകളും വോയിസ് റെക്കോർഡും ഒക്കെ തന്നെ, അതിന്റെ പ്രൂഫ് ഒക്കെ തന്നെ എലിസബത്തിന്റെ കയ്യിലുണ്ട്. അത് എലിസബത്ത് പുറത്തു വിടാത്തത് പേടിച്ചിട്ടാണ് അത്രേ. എന്താണ് പേടി എന്നുള്ളതും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് കാണിക്കുമെന്ന്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്. ഇവിടെ എലിസബത്ത് ഒരു രീതിയിലും പേടിക്കേണ്ടതില്ല. സത്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എലിസബത്താണ്. അവര് ഡിപ്രഷന്റെ ഗുളിക പോലും കഴിക്കുന്നുണ്ട്. ഈ ഒരു വിവാഹത്തിലേക്ക് കടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും മോശപ്പെട്ട സമയത്താണെന്ന് തോന്നുന്നു അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയത്, ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നത്. അതിനുശേഷം അവർക്ക് പിന്നെ മുഴുവൻ വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്.
ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആൾക്കാർ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവര് കാരണമാണ് ആ വിവാഹ ജീവിതം ഇല്ലാതായത് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇപ്പോഴും വിചാരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇവനെ പോലെയുള്ള ഈ ബാലയെ പോലെയുള്ള ഫ്രോഡുകളുടെ മുഴുവൻ കള്ളത്തരങ്ങളും പബ്ലിക്കിന്റെ മുമ്പിൽ പുറത്തു വന്നിട്ടും പബ്ലിക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ബാലയെ പോലെയുള്ളവരെയാണ്. കാരണം ഉത്തമനായിട്ടുള്ള ഭർത്താവിന്റെ ഇമേജ് അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയി. ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു, എനിക്കൊരു ഇംപെർഫെക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഇതുവരെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 2 സ്ത്രീകൾ, അവളുമാർക്കാണ് ഇംപെർഫെക്ഷൻസ് ഉള്ളത്. അതുമാത്രമല്ല, ബാല ഈ എലിസബത്തിനെ സെക്കൻഡ് വൈഫായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. ബാല പറയുന്നത് ഇപ്പോൾ ഉള്ള കോകിലയാണ് സെക്കൻഡ് വൈഫ്. അപ്പൊ എലിസബത്ത് ആരായിരുന്നു? എലിസബത്തുമായിട്ട് ഇയാളുടെ ബന്ധം എന്തായിരുന്നു? റിലേഷൻഷിപ്പ് എന്തായിരുന്നു? അതൊന്നും തന്നെ തുറന്നു പറയാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. ഇൻഡയറക്ട്ലി എലിസബത്തിനെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വരുവാണ്. അതാണ് എലിസബത്ത് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അയാൾ എന്നാൽ പരാതി കൊടുക്കട്ടെ. അങ്ങനെ ഒരു കാര്യം എലിസബത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മരുന്ന് മാറി അയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ പരാതി കൊടുക്കാത്തത്? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എലിസബത്തിന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ആവും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചെയ്യത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെ കാരണം. ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ ബാല ഉന്നയിച്ചത്? അങ്ങനെ ഒരു കാര്യം എലിസബത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ പരാതി കൊടുക്കുന്നില്ല? അങ്ങനെ പരാതി കൊടുക്കാൻ ഇയാൾക്ക് പറ്റത്തില്ല. ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന, സ്വന്തം നിലപാട് രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം ഇമേജ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഏതറ്റം വരെയും പോകും. ആരെ വേണമെങ്കിലും മോശക്കാരിയായിട്ട് ചിത്രീകരിക്കും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സ്ത്രീകളുടെ ലൈഫാണ് ഇയാൾ സ്പോയിൽ ചെയ്തത്. 2 സ്ത്രീകളുടെ ലൈഫ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ബാല എന്തോ വലിയ സംഭവമാണ്. ബാലയ്ക്കാണ് മുഴുവൻ പോസിറ്റീവ് ഇതും. കഴിഞ്ഞ ദിവസം ഓരോരുത്തരുടെ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. മകൾക്ക് അച്ഛനെ വേണ്ട, എന്നിട്ട് നാണമില്ലാതെ അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ടോക്സിക് ആയിട്ടുള്ള മാരേജിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മകളെ വളർത്തുന്നത്. ഇന്നത്തെ നിലയിൽ അവർ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നിലയിലെത്തിയത്. ബാലയുമായിട്ടുള്ള വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്ത് അമൃത സുരേഷിന് ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും 0 ആയിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി പ്ലേബാക്ക് സിംഗർ ആയി എന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഈ ലെവലിലെത്തി കഷ്ടപ്പെട്ട് മകളെ വളർത്തുന്നുണ്ട്. അവർക്ക് ഇയാളുടെ കാശ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴേ പിടിച്ചു വാങ്ങിക്കായിരുന്നു, നേടിയെടുക്കാമായിരുന്നു. അവർ ചെയ്തില്ലല്ലോ. അപ്പോൾ അവരുടെ ലക്ഷ്യം കാശല്ല, അവർക്ക് സമാധാനത്തോടുകൂടി ജീവിച്ചാൽ മതി. ഇത്രയും നാളും അവരെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴിച്ചത് ഈ ബാല എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാളെ എപ്പോഴും കുമ്പിട്ട് നിൽക്കണം, അയാളുടെ മുമ്പിൽ അയാളെ എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ സന്തോഷമാണ്. ഒരു വൃത്തികെട്ട മനോഭാവത്തിന് ഉടമയാണ് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി. അത് ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക. ഇവിടെ ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് എലിസബത്ത് എന്ന് പറയുന്ന ആ സ്ത്രീക്കാണ്. കാരണം അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പം അമൃത എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ റെഡിയായി. അമൃത ഇപ്പോൾ ബോൾഡാണ്. അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടുമെന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എലിസബത്തിന് അത് അറിയത്തില്ല. അവർ വളരെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. വളരെ പേടിയോടുകൂടി ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ പേരൻസിന് നല്ല പേടിയുണ്ട്. അവരുടെ പേരൻസ് എലിസബത്തിനെയും കൊണ്ട് ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് പേടിയാണ്, ഇയാൾ എന്തെങ്കിലും ചെയ്യുമോ. എലിസബത്തിന്റെ മാനസികാവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. തകർന്ന അവസ്ഥയിലാണ് അവർ. അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്രഷനൊന്നും ഗുളിക കഴിക്കില്ല. നിങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അവർ പറയുന്ന, സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അത് വ്യക്തമാണ്. അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഓക്കെ അല്ല, അവർ ഓക്കെ അല്ല, ആ സ്ത്രീ ഒട്ടും ഓക്കെ അല്ല എന്നുള്ളത് അവരിടുന്ന വീഡിയോയിലൂടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. ഇതുപോലെ ഒരുത്തൻ, അയാൾ എന്തോ എല്ലാം തികഞ്ഞ മനുഷ്യനാണ്, ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള രീതിയിൽ അയാൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അയാളെ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അയാളുടെ മുഖം മൂടി ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ തുറന്നതാണ്. അയാൾ എന്താണ്, അയാൾ നമ്പർ 1 ഫ്രോഡാണ് എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 2 സ്ത്രീകളുടെ ജീവിതം അയാൾ അവസാനിപ്പിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എലിസബത്ത് ഉദയനാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഇതുപോലുള്ള കമൻറ്റോളികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. മറ്റൊരാളുടെ ജീവിതം പോയി തകർക്കാൻ ശ്രമിക്കുന്നത്. മനഃപൂർവ്വം ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച്, ബാലയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒത്തിരി കമൻറ്റോളികളുണ്ട്. ഈ കമൻറ്റോളികളാണ് എലിസബത്തിന് നേരെ ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഓരോരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ പോയി അവരെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കമൻറ്റോളികളാണ്.